അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജ്നാസ് ചെന്നൈയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കോവൽ കൃഷിയെക്കുറിച്ചുള്ളതാണ്. ഇത് ഞാൻ ഒരുപാട് വിളവൊക്കെ എടുത്ത ഒരു കോവലാണ്. ഇപ്പോഴിത് അധികം ഒന്നും കായ്കളില്ലാതെ നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കി വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല വിധത്തിൽ നമുക്ക് വിളവുകൾ എടുക്കാൻ കഴിയും. ഞാൻ ഈ കോവലിൻ്റെ ചുവടൊന്ന് നനച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ല വെയിലൊക്കെയാണ്. അപ്പോൾ ഈ കോവലിൻ്റെ ചുവടൊക്കെ നന്നായിട്ട് ഉണങ്ങിക്കിടക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ചുവട് നനച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലായി നിൽക്കുന്ന ഈ തുളസി ചെടി ഇങ്ങ് പിഴുത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുവട്ടിലെ മണ്ണും പോച്ചയും ഒക്കെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതെ, ഒരു തൈ കൂടി കിട്ടിയിട്ടുണ്ട് തുളസിയുടെ. ഇനി ഇതിൻ്റെ ചുവടൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലായി ഞാൻ കുറച്ച് കുമ്മായം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ സ്പൂണിനൊരു 3-4 സ്പൂൺ കുമ്മായം ഇതിൻ്റെ ചുവട്ടിലായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് കായ്കളൊക്കെ ഉണ്ടായതിന് ശേഷം നിൽക്കുന്ന ചെടിയിൽ നമ്മൾ വളം ചെയ്യുമ്പോൾ ഇതുപോലെ കുമ്മായമൊക്കെ ഇട്ടതിന് ശേഷം ഒരാഴ്ച ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം പിന്നീട് വളം ചെയ്ത് കൊടുക്കുവാൻ. കുമ്മായമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ pH കറക്റ്റ് ആവുകയും ചെടി വളരെ വേഗത്തിൽ തന്നെ വളങ്ങളൊക്കെ വലിച്ചെടുത്ത് പൂവുകൾ ഉണ്ടാവുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. കുമ്മായമൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമേ ഞാൻ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പുത ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പിഴുതെടുത്ത തുളസി ചെടി ഞാൻ ദാണ്ടെ ഇതുപോലൊരു ചെടിച്ചട്ടിയിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൃഷിസ്ഥലത്ത് ഇതുപോലെ ഒഴിയാതെ തന്നെ തുളസി ചെടികൾ ഉണ്ടായിരിക്കും. ഞാൻ ഒരാഴ്ച മുന്നേ കോവൽ ചെടിയുടെ ചുവട്ടിലായി കുമ്മായം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുമ്മായം ഇട്ടതിന് ശേഷം എന്നും നനച്ച് കൊടുക്കുമായിരുന്നു. കുമ്മായം ഇട്ട് കൊടുത്തു വെച്ചിരുന്ന ഈ കോവൽ ചെടിയുടെ ചുവട്ടിലെ പുതയൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുവട്ടിലായി ഞാൻ വളം ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ചുവട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. ഇനി നമ്മുടെ കയ്യിലുള്ള ഏത് വളം വേണമെങ്കിലും ഇതിൻ്റെ ചുവട്ടിലായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലായി വളം ചേർക്കുമ്പോഴോ മണ്ണ് ചേർക്കുമ്പോഴോ അതിനോടൊപ്പം കുറച്ച് ചാരം കൂട്ടി ചേർക്കണം. അപ്പോൾ വേഗത്തിൽ തന്നെ പൂവുകൾ ഉണ്ടാവുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സൂപ്പർ മീലിൻ്റെ വളമാണ്. ഒരു പിടി വളമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ വളമെടുത്തപ്പോൾ ഒരു പിടി ഫുള്ളായിട്ട് എടുക്കാത്തത് കൊണ്ട് ഒരു ചെറിയ വിധത്തിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിന് മുകളിലായി മണ്ണും ചാരവും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ടിരുന്ന പോട്ടി മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ വളം ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനോടൊപ്പം ചാരം ചേർത്ത് കൊടുക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചാരവും വളവും ഒക്കെ നമ്മുടെ ചെടികളുടെ ചുവടുകളിലായി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ നനച്ച് കൊടുക്കണം. ഞാൻ നനച്ചതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലായി പുത ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കോവൽ ചെടിയിൽ പൂവും കായ്കളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ദാണ്ടെ കോവക്കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ വളം ചെയ്ത് കൊടുത്താലും നമ്മൾ ജൈവസ്ഥളികളൊക്കെ ഇതിൻ്റെ ചുവടുകളിലായി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല വിധത്തിൽ വീണ്ടും വീണ്ടും കായ്കളൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് കിട്ടിക്കൊണ്ടേയിരിക്കും. ജൈവസ്ലറിയായിട്ട് നമുക്ക് കപ്പലണ്ടി പിണ്ണാക്ക് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പച്ച ചാണകം നേർപ്പിച്ചും അതും ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ 2 തരത്തിലുള്ള കോവക്കായ്കളാണ് വിളവെടുക്കാൻ കിട്ടിയിരിക്കുന്നത്. ഇത് നല്ല വലിപ്പമുള്ള കോവക്കായ്കളാണ്. ഇതധികം സൈസ് വലുതായിട്ടുള്ളവയാണ്. ആദ്യം വിളവെടുത്തത് ചെറിയ കോവക്കായ്കളാണ്. അധികം വലിപ്പമൊന്നുമില്ലാത്ത കോവക്കായ്കളാണ്. അപ്പോൾ എൻ്റെ ടെറസിൽ 2 തരത്തിൽപ്പെട്ട കോവക്കായ്കളാണ് ഞാൻ
കൃഷി ചെയ്തിട്ടുള്ളത്. കോവൽ വള്ളി കായ്കളൊന്നും ഉണ്ടാകാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കി കുമ്മായമൊക്കെ ഇട്ട് വളമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദാണ്ട് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വിളവുകൾ എടുക്കാൻ കഴിയും. ഇപ്പോൾ ദാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്കയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ കോവൽ കൃഷി ചെയ്ത് നമുക്ക് വേഗത്തിൽ എങ്ങനെ വിളവെടുക്കാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.